ഹായ് ഹലോ അച്ഛമാസ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അത്തത്തിനെ വരവേൽക്കാനുള്ള രണ്ടാമത്തെ ദിവസത്തിൻ്റെ ഒരുക്കത്തിലാണ് കേട്ടോ. നിങ്ങളോ? രാവിലെ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. എങ്കിലും അത്ര നനയാനുള്ള മഴയൊന്നും ഇല്ലായിരുന്നു. ആ മഴയത്ത് തന്നെ തലേദിവസം അത്തയിട്ട അതിൻ്റെ ആ പൂവിനെയൊക്കെ പെട്ടെന്ന് വാരിക്കളഞ്ഞ് പിന്നെ കടയിൽ നിന്ന് തലേദിവസം വാങ്ങിയ പൂവിനെയൊക്കെ രാവിലെ പറവറാന്നെടുത്തിട്ട് പിന്നെ സ്കൂളിൽ പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ. എല്ലാം പറവറാന്നായിരുന്നു. വെളുപ്പിനെ എണീറ്റു, കുളിച്ചു, സ്പീഡാ മുറ്റം തൂത്തുവാരി എന്തോന്ന് പെട്ടെന്ന് മഞ്ഞ ജമന്തിനി, ഓറഞ്ച് ജമന്തിനി പിന്നെ റോസും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് അങ്ങനെ പറവറാന്ന് കിട്ടിയ പൂക്കളെ എടുത്തിട്ടിട്ട് അത്തപ്പൂ ഇടാനുള്ള ഒരുക്കത്തിലാണ്. ചാണകം മൊഴിയാണ് സാധാരണ അത്ത ഇടാറ്. പിന്നെ ഇവിടെ ചാണകമൊന്നും കിട്ടാറില്ല. പിന്നെ പശുവുള്ള വീടും അറിയില്ല. അതുകൊണ്ട് ചാണകം മൊഴിവാതെ തന്നെ അത്ത ഇട്ടു. പിന്നെ രാവിലെ മഴ ഉണ്ടായിരുന്ന തന്നെ വെള്ളം തെളിച്ചില്ല. സാധാരണ വെള്ളം തെളിച്ചതിന് ശേഷമാണ് അതിൻ്റെ പുറത്ത് പൂക്കൾ വെച്ച് അത്ത ഇടാറ്. പിന്നെ പണ്ടൊക്കെ അത്ത എങ്ങനെയാണ് ഇട്ടുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ നടുക്ക് ഒരു ലെയർ വെച്ചിട്ട് അതിന് ചുറ്റും അടുത്ത ലെയറും അടുത്ത തേർഡ് ഫോർത്ത് ലെയർ അങ്ങനെ. അതായത് ഫസ്റ്റ് ഡേ ഒരു പൂ മാത്രം ഇടും, സെക്കൻഡ് ഡേ ഫസ്റ്റ് ഡേനെ മാറ്റിയിട്ട് 2 ലെയറായിട്ടിടും, ആൻഡ് തേർഡ് ഡേ 1 2 3 അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ടാണ് അത്തപ്പൂക്കളത്തിനെ വലുതാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ 10ാമത്തെ ദിവസം വലിയൊരു പൂക്കളം ഒരുക്കി മാവേലി തമ്പുരാനെ ആഘോഷത്തോടു കൂടി വരവേൽക്കുന്നതാണ് ഒരു ഐതിഹ്യം. പിന്നെ സ്കൂളിൽ പോവേണ്ട ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ കോവിലിലൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ ഇപ്രാവശ്യം അത്തം കഴിഞ്ഞാണല്ലോ ചിങ്ങം തുടങ്ങിയത്. ചിങ്ങം ഒന്നായിട്ടും കോവിലിൽ പോകാൻ പറ്റിയില്ല. കാരണം സ്കൂളിൽ പോകണം, വൈകിട്ടും എത്തുമ്പോൾ ലേറ്റാവും സ്കൂൾ കഴിഞ്ഞ്. ഇങ്ങനെ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെന്നൊരു ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. എങ്കിലും ആ മഴയത്തിരുന്ന് പറവറാന്ന് കിട്ടിയ പൂക്കളൊക്കെ വെച്ച് പറവറാന്ന് അത്തയിട്ടു ഗൈസ്. ഓണപ്പൂക്കളത്തിൽ പ്രത്യേകിച്ച് അത്തം നാളിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു പൂവാണ് മുക്കുറ്റി. കാരണം മുക്കുറ്റി ഒരു മഹാലക്ഷ്മിയുടെ പ്രതീകമായും അതുപോലെ തന്നെ ഐശ്വര്യത്തിനെ വരവേൽക്കുന്ന ഒരു പൂവായിട്ടൊക്കെ കണക്കിടപ്പെടുന്നു. പിന്നെന്താ, മുക്കുറ്റി വിരിഞ്ഞ് നിൽക്കുന്നത് കാണാം. മൂക്കുത്തിയുടെ പോലെയുണ്ട് ആ ചെറിയ പൂ, മൂക്കുത്തിനെ പോലെ ഉള്ളത് കൊണ്ട് തന്നെ മുക്കുറ്റി എന്ന് പേര് വന്നതെന്നും ഒരു ഐതിഹ്യമുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടമായ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ.